ഇപ്പോൾ യു ഡി എഫിനെ പരാജയപ്പെടുത്താൻ ഒരു പ്രധാനപ്പെട്ട സ്ട്രാറ്റജി ആയിട്ട് LDF അഡോപ്റ്റ് ചെയ്ത ഒന്ന്, യു ഡി എഫിന് അകത്ത് ഒരുപാട് എക്സ്ട്രീമിസ്റ്റ് എലമെന്റ്സുകൾ കടന്നു വന്നിരിക്കുന്നു. യു ഡി എഫിനകത്ത് മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, SDPI എന്നൊക്കെ പറഞ്ഞ് കളർ ചെയ്യാനുള്ള ശ്രമം വ്യാപകമായി നടത്തിയല്ലോ. ആ സംഗതി കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രയോഗ വസ്തു എന്ന നിലയ്ക്ക് നിഷ്പ്രഭമായി പോയിരിക്കുന്നു എന്നാണോ നിങ്ങൾ കാണുന്നത്? അതോ അത് പ്രയോഗവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്, അത് ഗുണം ചെയ്തു, പക്ഷെ ചെയ്തത് BJPക്കായി പോയി എന്നാണോ കാണുന്നത്? ഇത് നേരത്തെ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായി. കാരണം പാർലമെന്റ് ഇലക്ഷന്റെ സമയത്ത് മുഖ്യമന്ത്രിയുടെയും CPM-ന്റെയും പ്രചരണം ഒരു മൈനോറിറ്റി പ്രീണനമായിരുന്നു, ന്യൂനപക്ഷ പ്രീണനമായിരുന്നു. 35 ദിവസത്തെ അദ്ദേഹത്തിന്റെ അന്നത്തെ പ്രസംഗം നോക്കിയാൽ മതി. 35 ദിവസം അദ്ദേഹം പൗരത്വ രജിസ്റ്ററിനെ കുറിച്ച്, ഗാസയിലെ കാര്യങ്ങളെ കുറിച്ച്, അത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ടോപ്പിക്. 35 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങയുടെ സംസാരത്തിൽ എന്താണ് ന്യൂനപക്ഷ പ്രീണനമാണ് അങ്ങ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ അടവ് നയം മാറ്റിയിട്ട് ഭൂരിപക്ഷ പ്രീണനമായി. ആ ഭൂരിപക്ഷ പ്രീണനത്തിന്റെ ഭാഗമായിട്ടാണ് മലപ്പുറത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തുക, മലപ്പുറത്തെ മുസ്ലിങ്ങളെ കുറിച്ച് കുറ്റപ്പെടുത്തുക, ജനാധിപത്യ പാർട്ടിയാണ്, മതേതര പാർട്ടിയാണെന്ന് CPM തന്നെ നേരത്തെ സർട്ടിഫിക്കറ്റ് കൊടുത്ത മുസ്ലിം ലീഗിനെ കുറ്റപ്പെടുത്തുക, പാലായെ കുറ്റപ്പെടുത്തുക, പാലായിലെ ക്രിസ്ത്യാനികളെ കുറ്റപ്പെടുത്തുക, പലരെ കൊണ്ട് പറയിപ്പിക്കുക, നേരിട്ട് പറയുക, പലരെ കൊണ്ട് പറയിപ്പിക്കുക, പറയിക്കുന്ന ആളുകളെ രാഷ്ട്രീയമായി ഓൺ ചെയ്യുക, അവരെ ചേർത്ത് നിർത്തുക. അതാണല്ലോ ഇങ്ങനത്തെ വർഗീയത പറയുന്ന ആളുകളെ ചേർത്ത് നിർത്തുക. അപ്പോൾ മെസ്സേജ് ക്ലിയർ ആയല്ലോ. ഇതെല്ലാം CPM ചെയ്തു. അന്ന് ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, 87 അല്ല 2025-26, 87 EMS ഇത് ഫലപ്രദമായി ഈ ഭൂരിപക്ഷ സമുദായങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടി ഫലപ്രദമായി ചെയ്തിട്ടുണ്ട്. 87 അല്ല. ഇപ്പം അത് ചെയ്താൽ ഇത് BJPയുടെ അതേ പാതയിലാണ്. BJP ചെയ്യുന്ന എന്താ? BJP വിവിധ സമുദായങ്ങൾ തമ്മിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ നോക്കി, അതും പരാജയപ്പെട്ടു. ഇവിടെ മുസ്ലിം ക്രൈസ്തവ സമുദായങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് BJP ഭയങ്കരമായി ശ്രമിച്ചു. അതേ പാതയിലൂടെ ഒരു ഭൂരിപക്ഷ പ്രീണനം, ഭൂരിപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ അതേ പാതയിലൂടെ CPM ശ്രമിച്ചു. ഞാൻ അന്ന് പറഞ്ഞ വാചകം, നിങ്ങൾ തീക്കൊള്ളി കൊണ്ട് തലചൊറിയരുത്, അതിൻ്റെ ഗുണഭോക്താകാൻ പോകുന്നത് BJP ആയിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ വിജയത്തിലേക്കുള്ള വഴികളിൽ താമര ഇതളുകൾ വിതറിയത് CPM ആണ്. ഈ പറയുന്ന ഒരു ഭൂരിപക്ഷ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ പ്രചരണമാണ് അതിൻ്റെ ബെനഫിഷ്യറി BJP ആയി മാറി, ഗുണഭോക്താവ് BJP ആയി മാറിയതിൻ്റെ കാര്യം. ഞാനത് മുൻകൂട്ടി ഞങ്ങളിതെല്ലാം പറഞ്ഞാണ്, മുൻകൂട്ടി പറഞ്ഞത്, ഇതിൻ്റെ അപകടം പറഞ്ഞാണ്. ഇപ്പോൾ അടിസ്ഥാനപരമായി CPM-നുള്ള വോട്ടിൽ നിന്നാണ് ചോർച്ച. ഞങ്ങളുടെ വോട്ടിൽ നിന്ന് BJPയിലേക്ക് ഒരു വോട്ട് ഒരു സ്ഥലത്തും ചോർന്നിട്ടില്ല. ഞങ്ങൾ BJP സ്ഥലത്ത് ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ സീറ്റുകളെ പാലക്കാട് വോട്ടർമാർ തീരുമാനിക്കുമല്ലോ എന്തിന് UDF വോട്ട് ചെയ്യണം. അതായത് പിണറായി വിജയനെതിരായുള്ള ആന്റി ഇൻകംബൻസി വികാരം മാത്രമായിരിക്കരുത്. നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ നിങ്ങളുടേതായ കാരണം വേണം, നിങ്ങളൊരു ബദൽ വെക്കണം, നിങ്ങൾ കുറെ കൂടി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയണം. അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അതിന് കിട്ടിയ ഒരു മാൻഡേറ്റ് കൂടിയാണോ ഇത്? മാത്രമല്ല, അങ്ങനെ വോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സംഘടനാ സംവിധാനം 2020-നേക്കാൾ എത്രമാത്രം മെച്ചപ്പെട്ടിട്ടുണ്ട്? ഉറപ്പായിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ UDF സംവിധാനവും മെച്ചപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ 2020 ഇപ്പം മലപ്പുറം ജില്ലയാണ്, മലപ്പുറം എറണാകുളം ജില്ലയാണ് കേരളത്തിൽ UDFന് ഏറ്റവും വലിയ വിജയം ഉണ്ടായത്. എൻ്റെ ജില്ലയാണ് എറണാകുളം. മലപ്പുറത്ത് 2020 സാമ്പാർ മുന്നണി ഉണ്ടായിരുന്നു. CPM ആയിട്ടും ലീഗായിട്ടും കോൺഗ്രസും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ഇപ്രാവശ്യം ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല, ഒരു സ്ഥലത്തും ഉണ്ടായില്ല. UDF ആയിട്ടാണ് മത്സരിച്ചത്, ടീം UDF ആണ്. സംഘടനാപരമായി കറക്റ്റാണ്. കോൺഗ്രസ് പാർട്ടിയും സംഘടനാപരമായി നടത്തിയ മുന്നൊരുക്കം, മുസ്ലിം ലീഗ് പോലത്തെ, കേരള കോൺഗ്രസ് പോലത്തെ പാർട്ടികൾ നടത്തിയ മുന്നൊരുക്കങ്ങൾ, ആ മുന്നൊരുക്കങ്ങൾ സംഘടനാപരമായി നടത്തിയ മുന്നൊരുക്കങ്ങൾ കൂടി ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിലെ പ്രധാന കാരണമാണ് എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു. മിഷൻ 25 വന്ന് ഞങ്ങൾ തീരുമാനിച്ച് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. ഞാൻ ഉദാഹരണം പറയാം, കേരളത്തിൽ മുഴുവൻ ഞങ്ങൾ വാർഡ് കമ്മിറ്റികളുണ്ടാക്കി. ഞങ്ങൾ എല്ലാ സ്ഥലത്തും ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തി, എല്ലാ വീടുകളിലും സന്ദർശനം നടത്തി. വോട്ടർ പട്ടികയിൽ ഏറ്റവും മനോഹരമായി പേരുകൾ ചേർത്തത് ഞങ്ങൾ ഈ പ്രാവശ്യമാണ്. ഞങ്ങൾ കുടുംബ സംഗമങ്ങൾ നടത്തി. ഞാനത് ഏകോപിപ്പിച്ച ഒരാളെന്നുള്ള നിലയിലാണ് ഞാൻ പറയുന്നത്.
ഭംഗിയായിട്ട് ചെയ്തു. കഴിഞ്ഞ ഈ നഗരപാലിക പഞ്ചായത്ത് രാജ് സിസ്റ്റം കേരളത്തിൽ വന്നതിന് ശേഷം UDFനുണ്ടായ ഏറ്റവും തിളക്കമാർന്ന വിജയമാണ് ഈ പ്രാവശ്യം ഉണ്ടായത്. 2025 7 തെരഞ്ഞെടുപ്പുകളിൽ. ആ 7 തെരഞ്ഞെടുപ്പുകളിൽ 6 ചെയ്യാത്ത അത്രയും മുന്നൊരുക്കങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. അതിന് കളക്റ്റീവ് ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. എല്ലാ നേതാക്കന്മാർക്കും ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിരുന്നു. ഇപ്പോൾ ഞങ്ങളെല്ലാം ഓരോ കോർപ്പറേഷനുകൾ ഏറ്റിരുന്നു. ഓരോ കോർപ്പറേഷനുകളുടെ ഉത്തരവാദിത്തം ഏറ്റിരുന്നു. ഞാൻ കൊച്ചിൻ കോർപ്പറേഷനായിരുന്നു ഏറ്റിരുന്നത്. രമേശ് ചെന്നിത്തല കോഴിക്കോട് കോർപ്പറേഷൻ്റെ ചുമതലയാണ് ഏറ്റത്. കൊല്ലത്ത് VS ശിവകുമാറായിരുന്നു. കണ്ണൂരിൽ K സുധാകരനായിരുന്നു. പണ്ടൊന്നും അങ്ങനെ ചെയ്യില്ല. ഒരു മുതിർന്ന നേതാക്കൾ അങ്ങനെ സാധാരണ ഇത് പോയില്ല. ഞങ്ങൾ